നല്ല അടിപൊളി ചൂട് ചായയും നല്ല വൈബ് സെറ്റ് ആട്ടോ ഇവിടെ. ഇവിടെ 4ാമത്തെ എയർപിന്നിൻ്റെ മുകളിലാട്ടോ നിൽക്കുന്നത്. കണ്ടില്ല, ഈ ചുരത്തിൻ്റെ മുകളിൽ നല്ല അമ്മാരി വ്യൂ പോയിൻ്റ് ആണ്. രാത്രിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പായിരിക്കും. പിന്നെ ഇവിടെ വന്നിട്ട് ചായ കുടിക്കാനുണ്ടെങ്കിൽ ഏതൊരു വയനാട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിലും ഇവിടെ വന്നാലേ ഒരു ചായ കുടിക്കട്ടോ. കാരണം ഇവിടുത്തെ എല്ലാ കടികളും ഉണ്ട് കേട്ടോ ഇവിടെ. അതേമാതിരി ഉപ്പിലിട്ടാൽ തന്നെ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ പണ്ടത്തെ പുളിയച്ചാറ്, നിങ്ങളെ പണ്ടത്തെ തന്നെ എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു 5-8 പീടി ഈ ഏരിയ തന്നെ അങ്ങനെ ഫുള്ളുണ്ട് കേട്ടോ. അതിൽ നല്ല ഉപ്പിലിട്ട മാങ്ങ, പുളിയച്ചാറ്, എല്ലാ സാധനവും നമ്മളെ പണ്ടത്തെ വൈബ് വരുന്ന എല്ലാ സാധനവും ഉണ്ടാവും. പിന്നെ ചായ ഇവിടുന്ന് ഈ തണുപ്പത്ത് ചായ കുടിക്കാനൊരു പ്രത്യേക വൈബാട്ടോ. അപ്പോൾ ഇത് സ്ഥലം നമ്മൾ കോഴിക്കോട് വയനാട് കേട്ടോ. വയനാട് 4ാമത്തെ എയർപിന്നിലാട്ടോ. പിന്നെ ഇതുപോലെ ഇപ്പോൾ കപ്പിൾസൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അതുപോലെ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇവിടെ വന്നിങ്ങനെ ഇരിക്കും കേട്ടോ. അതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വരാൻ പറ്റുമെങ്കിൽ വരണം കേട്ടോ. നല്ല അടിപൊളി സെറ്റ് വൈബ് ഏരിയ കേട്ടോ ഇത്. നമ്മൾ 4ാം എയർപിന്ന് 4ാമത്തെ എയർപിന്ന് കേട്ടോ. കാറ്റ് എന്ന് പറഞ്ഞാൽ നല്ല വൈബ്, പറഞ്ഞാൽ അടിപൊളി വൈബ്. ഇതിൻ്റെ താഴത്തൊക്കെ പീടിയ കേട്ടോ. ഈ 4ാം ചുരത്തിൻ്റെ അടുത്ത് നിന്ന് ഇടത് ഭാഗത്തൊക്കെ റോഡുണ്ട്. ഇവിടെ ഞാൻ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണേ. നല്ല മഴക്കാലത്തൊക്കെയാണ് ഇവിടെ വൈബ് ഉണ്ടാവുക. പിന്നെ നോക്കണം, മരമൊക്കെ പൊട്ടി തലയിൽ വീണാൽ വൈബ് വേറെ ലെവലാവും. നമ്മളിത് അതിൻ്റെ അടുത്തുള്ളൊരു വെള്ളച്ചാട്ടം കേട്ടോ. ഇത് ചെറിയ വെള്ളച്ചാട്ടമാണേ. ഇവിടെയൊക്കെ പീടികളാട്ടോ. ഇതിൻ്റെ ഈ 4ാം ചുരത്തിൻ്റെ 4ാമത്തെ എയർപിന്നിൻ്റെ അവിടെയൊക്കെ ഫുള്ള് ഇതാട്ടോ. നല്ല അടിപൊളി വ്യൂവാ. ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. ഏറ്റവും മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേക്കുക കേട്ടോ. ഇത് നമ്മൾ ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് വരേണ്ടത് കോഴിക്കോട് വയനാട് കേട്ടോ. വയനാട് എയർപിന്ന് 4ാമത്തെ എയർപിന്നിൻ്റെ മുകളിൽ ഇടത് ഭാഗത്തേക്കുള്ള റോഡുണ്ട്. ആ റോഡിന് വന്നിട്ടുണ്ടെങ്കിലാണ് ഈ അതിമനോഹരമുള്ള കാഴ്ച കാണുക. ഇതിപ്പോൾ മഴക്കാലത്താണ് ഇത്ര രീതിയിൽ കാണാം കേട്ടോ. ഇതാ മഴക്കാലത്ത് ഇതാ ഇങ്ങനെ നമുക്ക് റോഡിൻ്റെ മുകളിൽ ഇങ്ങനത്തെ അടിപൊളി വ്യൂ കാണാം കേട്ടോ. ഏറ്റവും മുകളിലൊക്കെ വെള്ളം ഇങ്ങനെ ചാടി വരുന്ന കാണാം കേട്ടോ. ഇനി വേണമെങ്കിൽ മഴക്കാലത്ത് ഇത് കണ്ടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതാ ഇവിടെയൊക്കെ ഇതാ പീടികളുണ്ട്. ഇവിടുന്ന് ചായ കുടിച്ചും കൊണ്ട് വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് നമുക്ക് ചായ കുടിക്കും കേട്ടോ. ഇത് ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ കേട്ടോ. അവിടെ അതിൻ്റെ താഴത്തൊക്കെ നല്ല അടിപൊളി ഇതാ നമുക്ക് ചായ കുടിക്കാൻ പറ്റിയ സൈറ്റ് ഏരിയകളുണ്ട് കേട്ടോ അവിടെ. വയനാട് നല്ല കോട വ്യൂ കേട്ടോ ഇത് അല്ലേ. വീഡിയോ എടുക്കാൻ മഴയത്ത് ഇങ്ങനെ ഇവിടെ വെള്ളച്ചാട്ടം കണ്ടില്ലേ, നല്ല വ്യൂ ഇതൊക്കെയാ. കോട മഞ്ഞിൽ പോയിട്ട് നല്ല കോട, അപാരം മഴ അല്ലേ, എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ളൊരു ലെവലിൽ ഞങ്ങൾ പോകുന്നത്. തൊക്കലൊക്കെ കൊണ്ടുവരണേ. അള്ളാന്റെ മോനെ എന്റെ അമ്മ ഒരു സാധനം കാണുന്നില്ല. ഒരു സാധനം വണ്ടി എടുത്തേക്ക് കോട നിന്നിട്ടുണ്ടെങ്കിൽ പൊളിച്ച കോട അല്ലേ. ഒരു നോക്കണേ, കൊക്കലൊക്കെ പോലെ ആവൂല. വയനാട് കോട നിന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് കോട അല്ലേ. നല്ല മഴ ചാറ്റലുണ്ട്, നല്ല ഉപ്പരം കോടയുണ്ട്. പതുക്കെ 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 നമ്മൾ കാണൂല. വണ്ടിയാണല്ലോ അമ്മാരിതാണ്. ഇവിടെ ഇടത് ഭാഗത്തേക്ക് നോക്കി ഈ വൈറ്റ് കാണുന്ന ഫുള്ള് കോട കേട്ടോ. വല്ലാത്തൊരു എന്താ പറയാ, ഒരു അടിപൊളി വൈബാട്ടോ അത്. ഈ വൈബ് ഈ മരം കണ്ടില്ല കളി, എൻ്റെ മോനെ
റോഡിൽ നിന്ന് ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ വരുന്ന അല്ലേ, ഇതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വന്ന് അനുഭവിച്ച്, അത് ബൈക്കിൽ വരണം അല്ലേ, കാറിൽ വന്നിട്ട് കാര്യമില്ല, ബൈക്കിൽ വന്നിട്ട് അനുഭവിക്കണം ഈ ഒരു ഫീലിങ്. എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു ത്രില്ല് കിട്ടുള്ളൂ. അതായത് ഈ പ്രകൃതിയുടെ ആ തണുപ്പൊക്കെ നമ്മുടെ ശരീരത്തിലോട്ട് കയറണം. AC ഒന്നല്ല മനസ്സിലാവില്ലേ. നോക്കണേ കുറേ നോക്കണേ.